Guys, welcome back to another question analysis video. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BA ഇംഗ്ലീഷ് ഫസ്റ്റ് ഇയർ ഇൻട്രൊഡക്ഷൻ ടു ദി വേൾഡ് ഓഫ് ലിറ്ററേച്ചർ എന്ന സബ്ജക്റ്റിലെ സെക്കൻഡ് മോഡ്യൂളിലെ ബർഗേഴ്സ് ഫോർട്ട് ലാൻഡ്ഫിൽ എന്ന ചാപ്റ്ററാണ്. സോ വിത്തൗട്ട് എനി അഡ്യൂ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി ക്വസ്റ്റ്യൻസ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വേർ ഈസ് ബർഗേഴ്സ് ഫോർട്ട് ലാൻഡ്ഫിൽ? ഈ പറയുന്ന സ്ഥലം എവിടെയാണ്? Burgers Fort landfill is located in the Burgers Fort municipality, which is in the Limpopo province of South Africa. South Africa ലിംപോപ്പോ പ്രൊവിൻസിലെ ബർഗേഴ്സ് ഫോർട്ട് മുനിസിപ്പാലിറ്റിയിലാണ് ബർഗേഴ്സ് ഫോർട്ട് ലാൻഡ്ഫിൽ ലൊക്കേറ്റഡ് ഉള്ളത്. ആ സ്ഥലത്താണുള്ളത്. ഇറ്റ് സെർവ്സ് ആസ് എ ഡംപിംഗ് ഗ്രൗണ്ട് ഫോർ വേസ്റ്റ് where many poor people live and scavenge to survive. പിന്നെ അതൊരു ഡംപിംഗ് ഗ്രൗണ്ടാണ്, വേസ്റ്റ് ഇടുന്ന ഒരു ഡംപിംഗ് ഗ്രൗണ്ടാണ്. അവിടെ ഒരുപാട് ആളുകൾ പിന്നെ ജീവിക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പിഴച്ച് ഇങ്ങനെ ജീവിതമാർഗങ്ങൾ കണ്ടെത്തി പോരുന്ന ഒരു സ്ഥലമാണത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ. ഹൗ ക്യാൻ വി ഇന്റർപ്രറ്റ് ദ ഡാർക്ക് ഫേസ് ഡാർക്ക് ഹ്യൂമൻ വൾച്ചേഴ്സ്? ഇവിടെ ഡാർക്ക് ഹ്യൂമൻ വൾച്ചേഴ്സ് എന്ന് പറയുന്ന ഫ്രേസിനെ നമുക്ക് എങ്ങനെയാണ് വ്യാഖ്യാനിക്കാൻ സാധിക്കുക? The phrase refers to poor people who live in landfill and survive by scavenging waste. Waste ഇങ്ങനെ സ്കാവെഞ്ച് ചെയ്ത് ഇങ്ങനെ ചുവണ്ടി അതിനെ തട്ടി നോക്കിയിട്ട് അതിൽ എന്തിലൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേസ്റ്റ് സ്കാവെഞ്ച് ചെയ്ത് അവിടെ ജീവിക്കാൻ കഷ്ടപ്പെടുന്ന ആളുകളെയാണ് എന്ത് പറയുന്നത്, ആ ഒരു ഡാർക്ക് ഹ്യൂമൻ വൾച്ചേഴ്സ് എന്ന് പറയുന്നത്. It shows how poverty forces humans to act like scavenging animals in order to ഫൈൻ ഫുഡ് ആൻഡ് ബേസിക് നെസസിറ്റി. ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, ബേസിക് നെസസിറ്റീസിനും അതേപോലെ തന്നെ ഭക്ഷണം കണ്ടെത്താനും വേസ്റ്റ് ഇങ്ങനെ ആനിമൽസിനെ സ്കാവഞ്ച് ചെയ്യുന്നത് പോലെയുള്ള പ്രവർത്തനമാണ് അവിടുത്തെ മനുഷ്യർ വേസ്റ്റ് ഇങ്ങനെ സ്കാവഞ്ച് ചെയ്തുകൊണ്ട് കാണിക്കുന്നത്. അതാണ് ഇവിടെ അർത്ഥമാക്കുന്നത് ഡാർക്ക് ഹ്യൂമൻ വൾച്ചേഴ്സ് എന്ന് പറയുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ നോക്കൂ. എക്സ്പ്ലെയിൻ ദ എക്സ്പ്രഷൻ എ സെലസ്റ്റിയൽ ഗ്രേവിയാർ ഓഫ് ഹോപ്സ്. എ സെലസ്റ്റിയൽ ഗ്രേവിയാർ ഓഫ് ഹോപ്സ് എന്ന് പറയുന്നത് എന്താണ്? This expression means that landfill is a place where the dreams of poor seem to die. പാവപ്പെട്ടവരുടെ സ്വപ്നങ്ങൾ മരിക്കുന്ന ഒരു സ്ഥലമാണ് ഇത് ബർഗേഴ്സ് ഫോർട്ട് ലാൻഡ്ഫിൽ. At the same time, it is celestial because it provides them food and shelter. ഇത് അതേസമയം അത് അവരുടെ സ്വപ്നങ്ങൾ മരിക്കുന്ന സ്ഥലമാണെങ്കിലും അവർക്ക് ഇത് സെലസ്റ്റിയൽ ആണെന്ന് പറയുന്നത് അല്ലെ. സെലസ്റ്റിയൽ ആണെന്ന് പറയുന്നത് എന്താണ്? ഇത് അവർക്ക് ഭക്ഷണവും അവർക്ക് താമസസ്ഥലവും നൽകുന്ന ഒരു സ്ഥലം കൂടിയാണ്. പാരഡോക്സിക്കലി sustaining their lives despite hopelessness. അവരുടെ പ്രതീക്ഷയില്ലായ്മ അതോടൊപ്പം തന്നെ അതിന് വൈരുദ്ധ്യമായി അല്ലെങ്കിൽ അതിന് പാരഡോക്സിക്കലായി അവരുടെ ജീവിതം നിലനിർത്തുന്നത് തന്നെ ഇത് ബേസ് ചെയ്തിട്ടാണ്. ആൻഡ് ഷോർട്ട് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോവാം. ഡിസ്ക്രൈബ് വാട്ട് ബില കോൾസ് ഡ്രീം എന്റർപ്രൈസ്. ഡ്രീം എന്റർപ്രൈസസ് എന്ന് അല്ലെങ്കിൽ പ്രൈസ് എന്ന് ബില പറയുന്നത് എന്തിനെയാണ്? ബില കോൾസ് ലൈഫ് ഓഫ് ലാൻഡ്ഫിൽ ഡ്വെല്ലേഴ്സ് എ ഡ്രീം എന്റർപ്രൈസ്. അവിടെയുള്ള ലാൻഡ്ഫിൽ ആളുകളുടെ ജീവിതത്തെയാണ് ഡ്രീം എന്റർപ്രൈസ് എന്ന് പറയുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു ദ ഹാർഷ് ഡെയിലി സ്ട്രഗിൾ ഓഫ് പുവർ പീപ്പിൾ ഹു കോമ്പീറ്റ് വിത്ത് റാറ്റ്സ്, പിഗ്സ് ആൻഡ് ഈച്ച് അതർ ഫോർ ഫുഡ് ആൻഡ് സ്ക്രാപ്സ്. ഫുഡിനും സ്ക്രാപ്പിനും വേണ്ടിയിട്ട് മൃഗങ്ങളുമായിട്ട്, അതായത് റാറ്റ്, പിഗ്, ഇത്തരം മൃഗങ്ങളുമായിട്ട് സ്ട്രഗിൾ ചെയ്ത് അവിടുത്തെ ഭക്ഷണം കണ്ടെത്താനുള്ള ആളുകളെയാണ് ഇത്, ആളുകളുടെ ഹാർഷ് ആയിട്ടുള്ള ഡെയിലി സ്ട്രഗിളിനെയാണ് ഇത് റെഫർ ചെയ്യുന്നത്. The landfill becomes both a workplace and a home for the marginalized, but it offers little hope of improvement. ഇത് അവരുടെ വർക്ക് പ്ലേസും പാവപ്പെട്ട ആളുകളുടെ, മാർജിനലൈസ് ചെയ്യപ്പെട്ട ആളുകളുടെ വർക്ക് പ്ലേസ് ആവുന്നുണ്ട്, അവരുടെ ഭവനമാവുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത് ചെറിയ ഹോപ്പ് മാത്രം അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് ചെറിയ ഹോപ്പ് മാത്രമാണ് നൽകുന്നത്. People dream of turning rags to riches, yet these hopes are mostly false, showing the inequality and failure of the economy to support the poor. അപ്പോൾ ഒരേ സമയം എന്താണ്, ഇവിടെ കിട്ടുന്ന റാഗിനെയും ഇവിടുത്തെ കിട്ടുന്ന കാര്യങ്ങളെയൊക്കെ അത് അവരുടെ പണമാക്കിയിട്ട് അവരുടെ ജീവിതോപാധിയാക്കി മാറ്റുന്നുണ്ടെങ്കിലും പക്ഷെ ഈ പ്രതീക്ഷ എല്ലാം തന്നെ ഫോൾസ് ആയിട്ടുള്ള ഒരു എന്താണ് വിജയമില്ലാത്ത പ്രതീക്ഷയാണ്, തെറ്റായ പ്രതീക്ഷയാണ്. അവരുടെ ഇൻഇക്വാലിറ്റിയും അവരുടെ അതുപോലെ തന്നെ അവര് അനുഭവിക്കുന്ന തോൽവിയും, എന്തുകൊണ്ട് അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ മാത്രമുള്ള ഒരു സമ്പത്ത് അതിൽ നിന്ന് അവർക്ക് ലഭിക്കുന്നില്ല. അപ്പോൾ ആ എക്കണോമി, നമ്മുടെ മൂലധനം, എന്തിന് അവരുടെ ജീവിതം മെച്ചപ്പെടുത്താനുള്ള മാത്രം എക്കണോമി അതിൽ നിന്ന് അവർക്ക് കിട്ടുന്നില്ല. മറ്റുള്ള പുറത്തുനിന്നുള്ള എക്കണോമി അവർ സപ്പോർട്ട് ചെയ്യുന്നുമില്ല. Bila uses this term to criticize society for neglecting the most vulnerable, exposing the contrast between political promises and grim reality of survival. ഇവിടെ ബില
ഇത്തരമൊരു വാക്ക് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത്തരം ഒരു ഫ്രേസ് യൂസ് ചെയ്യുന്നതിനാണെന്ന് വെച്ചാൽ അവിടെ ജനങ്ങൾ എന്താണ് സമൂഹം പിന്നെ ഇവരെ നെഗ്ലക്ട് ചെയ്യുന്ന ഇവരെ അവഗണിക്കുന്ന ഒരു സമൂഹത്തെ ക്രിറ്റിസൈസ് ചെയ്യാനും അതേപോലെ തന്നെ അവിടെയുള്ള ജനങ്ങൾ എന്താണ് രാഷ്ട്രീയപരമായിട്ടുള്ള വാഗ്ദത്തങ്ങളും അല്ലെങ്കിൽ അവർ രാഷ്ട്രീയക്കാർ വന്ന് പറഞ്ഞു പോകുന്ന പ്രോമിസും അതേപോലെ തന്നെ യാഥാർത്ഥ്യങ്ങളും തമ്മിലുള്ള വൈരുദ്ധ്യം എന്താണ് അത് കാണിക്കാനാണ് ഇത്തരത്തിലുള്ള വേർഡ് യൂസ് ചെയ്യുന്നത്. The grim enterprise highlights the desperation, dehumanization, and unfairness experienced by those living in the landfill. Landfill എന്ന സ്ഥലത്ത് അവിടെയുള്ള ആളുകൾ അനുഭവിക്കുന്ന അനീതി, മനുഷ്യത്വത്തിന്റെ ഇല്ലായ്മ അല്ലെ, മനുഷ്യത്വം എന്ന പരിഗണന നൽകാത്തത്, അതേപോലെ തന്നെ അവരുടെ വേവലാതി, അവരുടെ അപ്രതീക്ഷിതത്വം അല്ലെങ്കിൽ അവരുടെ പ്രതീക്ഷയില്ലായ്മ, ഇതെല്ലാം കാണിക്കാനായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു വേർഡ് ഇവിടെ യൂസ് ചെയ്യുന്നത്. And discuss the attitude of the politicians towards the dwellers of Burgers Fort landfill. അവിടെയുള്ള ആളുകളോട് എന്താണ് പൊളിറ്റീഷ്യൻസിന്റെ ആറ്റിറ്റ്യൂഡ് എന്താണ്? Politicians in the poem are shown as indifferent and performative. ഇവിടെയുള്ള ആളുകൾ പെർഫോമേറ്റീവും പിന്നെ സാധാരണ പൊളിറ്റീഷ്യൻസിനെ പോലെ ഇൻഡിഫറൻറ്റും വ്യത്യാസമില്ലാത്ത ആളുകളാണ്. എല്ലാവരും ജനങ്ങളെ പറ്റിച്ചിരിക്കുന്ന ആളുകളാണെന്ന് അർത്ഥം. They talk about black empowerment and prosperity but never address the actual needs of the landfill dwellers. അവരെപ്പോഴും ഈ കറുത്ത വർഗ്ഗക്കാരുടെ ശാക്തീകരണത്തിനും അവരുടെ അവരുടെ ഗുണത്തിനും വൈവിധ്യത്തിനും അവരുടെ നന്മയ്ക്കും വേണ്ടി എപ്പോഴും ഇങ്ങനെ തോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അവരുടെ യഥാർത്ഥത്തിലുള്ള ആവശ്യങ്ങൾ, ലാൻഡ്ഫിൽ ഡ്വല്ലേഴ്സിന്റെ യഥാർത്ഥത്തിലുള്ള ആവശ്യങ്ങൾ പരിഗണിക്കില്ല. The poor are remembered only during elections when they are given pap, beef, stew and t-shirts with leaders' faces. ഇവർ ജനങ്ങൾ അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസ് ഇവരെ ഓർക്കപ്പെടുന്നത് ഇലക്ഷന്റെ സമയത്ത് മാത്രമാണ്. ആ സമയത്ത് അവർക്ക് പാപ്പ് കൊടുക്കുന്നുണ്ട്, ബീഫ് കൊടുക്കുന്നുണ്ട്, ബീഫ് സ്റ്റൂ കൊടുക്കുന്നുണ്ട്, അത് തന്നെ പൊളിറ്റിക്കൽ ലീഡേഴ്സിന്റെ മുഖങ്ങൾ വെച്ചിട്ടുള്ള ടീഷർട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. വൺസ് ദ ഇലക്ഷൻ ഈസ് ഓവർ, ഇലക്ഷൻ അവസാനിക്കുന്ന സമയത്ത് ദ പൊളിറ്റീഷ്യൻസ് ഫോർഗെറ്റ് അബൌട്ട് ദം, അവരെ കുറിച്ച് പൊളിറ്റീഷ്യൻസ് മറക്കുന്നു. ആൻഡ് ലൈഫ് അറ്റ് ദ ലാൻഡ്ഫിൽ കണ്ടിന്യൂസ് അൺചേഞ്ച്ഡ്. അതുപോലെ തന്നെ എങ്ങനെയാണോ ലാൻഡ്ഫില്ലിലെ ജീവിതം ഉണ്ടായിരുന്നത് അതിങ്ങനെ തുടർന്ന് പോവുകയും ചെയ്യുന്നു. ബില criticizes this shallow concern, showing how political promises serve only to gain votes rather than improve people's lives. ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനുപരിയായിട്ട് കേവലം അവരുടെ പൊളിറ്റിക്കൽ പ്രോമിസ്, അവരുടെ വോട്ട് ഇങ്ങനെ ഗെയിൻ ചെയ്യാതെ, വോട്ട് കിട്ടാനല്ലാതെ കാര്യമൊന്നും നടക്കുന്നില്ല എന്നുള്ളത് കാണിക്കാനാണ്, അവരുടെ കൺസേൺ കാണിക്കാനാണ് ഇത്തരം ക്രിറ്റിസിസം നടത്തുന്നത്. The poem portrays politicians as exploitative, caring more about appearances than real struggle of the marginalized. ഇവിടെ എല്ലാ നോർമൽ ടിപ്പിക്കൽ പൊളിറ്റീഷ്യൻസിനെ പോലെ തന്നെ എക്സ്പ്ലോയിറ്റേറ്റീവ് ചൂഷണം ചെയ്യുന്ന രീതിയിലുള്ള പൊളിറ്റീഷ്യൻസിനെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ പ്രഹസനം കാണിക്കുന്ന പൊളിറ്റീഷ്യൻസ് ആണ് കേവലം ഇവിടെ ഉള്ളത്. മറിച്ച് റിയൽ സ്ട്രഗിൾസ് ഓഫ് മാർജിനലൈസ്ഡ് അതിനെ ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ ഇംപ്രൂവ് ചെയ്യാൻ നോക്കുന്ന ആളുകളല്ല ഇവിടെയുള്ളത്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കൂ. ലിസ്റ്റ് ഔട്ട് ദ പോയറ്റ് ഡിവൈസസ് എംപ്ലോയ്ഡ് ബൈ വൊനാനി ബില ഇൻ ബർഗേഴ്സ് ഫോർട്ട് ലാൻഡ്ഫിൽ ആൻഡ് അനലൈസ് ഹൗ ദാറ്റ് സെർവ്സ് ദ തീം ഓഫ് ദ പോം. വൊനാനി ബില uses metaphor, imagery, irony and personification. ഇത്തരം പൊളിറ്റിക്കൽ ഡിവൈസസ് യൂസ് ചെയ്യുന്നുണ്ട്. The metaphor dark human vultures compares people to scavenging birds, emphasizing dehumanization and poverty. ഇവിടെ അല്ലെ ഡാർക്ക് ഹ്യൂമൻ വൾച്ചേഴ്സ് എന്ന കമ്പാരിസൺ എന്തിനെയാണ്? സ്കാവഞ്ചിങ് ബേർഡ്സിനോടാണ്. അതിങ്ങനെ തുറന്ന് അല്ലെങ്കിൽ മനുഷ്യനെ തുറന്ന് ജീവിക്കുന്ന, വേസ്റ്റ് തുറന്ന് ജീവിക്കുന്ന മൃഗങ്ങളോടെ അല്ലെങ്കിൽ പക്ഷികളോടെയാണ് ഇവിടെ കമ്പയർ ചെയ്യുന്നത്. അത് എന്തിനാണ്? ഡീഹ്യൂമനൈസേഷൻ, മനുഷ്യനെ പോലെ പരിഗണിക്കാതിരിക്കുന്ന അവസ്ഥ, അതിന്റെ ദാരിദ്ര്യത്തെയുമാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ ലാൻഡ്ഫില്ലിന്റെ വിവിഡ് ഇമേജറി ആയിട്ടുള്ള റാറ്റ്സ്, പിഗ്സ്, സ്ക്രാപ്പ് ഓഫ് ഫുഡ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു ഹാർഷ് റിയാലിറ്റി, യഥാർത്ഥത്തിലുള്ള റിയാലിറ്റിയെ കാണിക്കുന്നുണ്ട്. ആൻഡ് ദെൻ ഐറണി അവസാനം പറയുന്നുണ്ടല്ലോ, പൊളിറ്റിക്കൽ ലീഡേഴ്സ് പിന്നെ പ്രോമിസുകൾ വന്നു പോകുന്നു, അതിനുശേഷം അവരുടെ യഥാർത്ഥ ജീവിതത്തിൽ നിന്ന് അവരെ മെച്ചപ്പെടുത്താൻ സമ്മതിക്കുന്നില്ല. അവിടെ ഒരു ഐറണി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പേഴ്സണിഫിക്കേഷനും ഇവിടെ കാണുന്നുണ്ട്. ഓഫ് ദ വൾച്ചേഴ്സ് ആൻഡ് ദ ചിൽഡ്രൻ evokes empathy, highlights the struggle. These devices strengthen the poem's theme of social inequality. സോഷ്യൽ ഇനിക്വാലിറ്റി കാണിക്കുന്ന ഇത്തരം പോയിറ്റിക് ഡിവൈസുകൾ ഉണ്ട്. ഉദാഹരണം പേഴ്സണിഫിക്കേഷൻ, വൾച്ചേഴ്സിനോട് പേഴ്സണിഫൈ ചെയ്യുന്നുണ്ട്. അതൊരു എമ്പതിയും അവരുടെ സ്ട്രഗിളിനെ ഹൈലൈറ്റ് ചെയ്യുന്നതുമാണ്. And political neglect, making the reader feel the desperation and hypocrisy surrounding the lives of the landfill dwellers. അവിടെ ലാൻഡ്ഫില്ലിൽ ജീവിക്കുന്ന ആളുകളുടെ ജീവിതം തുറന്നു കാണിക്കുന്ന ഹിപ്പോക്രസിയും അതുപോലെ തന്നെ ഡെസ്പിറേഷനും അവരുടെ വേവലാതിയും ഒക്കെയാണ് ഇവിടെ നമുക്ക് പൊളിറ്റിക്കൽ നെഗ്ലക്ഷനും അവർ ഫേസ് ചെയ്യുന്ന പൊളിറ്റിക്കൽ നെഗ്ലക്ഷനുമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ, ഫീഡ്ബാക്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങളെ കമൻസ് ആയിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഗൈസ്.